അടുത്തതായി ആമുഖ പ്രഭാഷണമാണ് സഖാവ് ബേബി ജോണിന്റെ പ്രിയപുത്രനും ബേബി ജോൺ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ ഷിബു ബേബി ജോൺ അവരുടെ രക്ഷപ്പെടുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബേബി ജോൺ ഫൗണ്ടേഷൻ ചെയർമാനും പ്രിയ സുഹൃത്തുമായ ഡോക്ടർ എൻ കെ മുനീർ, ഉദ്ഘാടകൻ അഭിമന്യ പാണക്കാട് സാദിഖലി തങ്ങൾ, ഇവിടെ മുഖ്യാതിഥിയായി ബാലേട്ടൻ അനുസ്മരണം നടത്താനെത്തിയ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ, ശ്രീ ജി വേണുഗോപാൽ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഗാന്ധിമതി ബാലൻ അഥവാ എനിക്കും ഒരു വലിയ വിഭാഗത്തിന് ബാലേട്ടൻ ആയിരുന്ന വ്യക്തി 4 മാസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയി. ആ വ്യക്തിക്ക് നൽകേണ്ടിയിരുന്ന ഒരു യാത്രയയപ്പ് നൽകിയിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അന്ന് ശ്രീ മോഹൻലാൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം അദ്ദേഹം ഇനിയും നാട്ടിലേക്ക് വരുമ്പോൾ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. 100% സന്തോഷത്തോടുകൂടി അദ്ദേഹം അത് അന്ന് തന്നെ എടുക്കുകയാണ്. ബാലനെ കുറിച്ച് ഞാൻ ദീർഘമായി പറയുന്നില്ല, എല്ലാവരടക്കം പറയുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം തിരുവനന്തപുരത്ത് ഞാൻ എത്തിയ ഓരോ ദിവസവും അദ്ദേഹത്തെ ഓർക്കാതെ എനിക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല. ഓരോ ചെറിയ കാര്യങ്ങൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫൗണ്ടേഷന്റെ സെക്രട്ടറി എന്നുള്ളത് മാത്രമല്ല, 15 വർഷക്കാലം ഈ ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത വ്യക്തി എന്നുള്ളത് മാത്രമല്ല, എനിക്ക് ഏത് വ്യക്തിപരമായ ഒരു കാര്യമുണ്ടെങ്കിലും അതിന് സമീപിക്കാനുണ്ടായിരുന്ന ഏക വ്യക്തി ബാലനായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഞാനിപ്പോൾ പരിചയപ്പെട്ടതും പലപ്പോഴും ഇവിടെ പ്രധാനങ്ങൾ ഉപയോഗിച്ചും പെട്ടെന്ന് വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്തിടപഴകിയത് അദ്ദേഹവും ലാലും ഊട്ടിയിലെ ഏതോ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ കോഴിക്കോടുണ്ടായിരുന്നു. എൻ്റെയും ലാലിൻ്റെയൊക്കെ ഒരു അടുത്ത സുഹൃത്ത് ശ്രീ ബാബു, ബേബി പറയും ബാബുവിൻ്റെ ജന്മദിനം. അന്ന് കേക്ക് കട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ രാവിലെ കേക്ക് കട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ അച്ഛൻ വന്ന് പ്രാർത്ഥന നടത്തുന്നു. ഞാൻ ലാലിന് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ എനിക്ക് തൊട്ടുമുമ്പ് പരിചയപ്പെട്ട ബാലന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞ് ബാലൻ ഇവിടെ ഉണ്ട്, ഗാന്ധിമതി എന്ന സിനിമാ കമ്പനിയുണ്ട്, ബാലൻ ഇനിയും സമൂഹത്തിന് നന്മ ഏകുന്ന ഒത്തിരി സിനിമ നിർമ്മിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് ബാലേട്ടൻ പറഞ്ഞ് ഒരു തരത്തിലും ജീവിക്കാൻ അച്ഛൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ, ഇനിയും സമൂഹത്തിന് നന്മ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തി മലയാള സിനിമയെ സംബന്ധിച്ചു. അദ്ദേഹം എന്നും അദ്ദേഹത്തിന് അറിയാവുന്നവരുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമില്ല. ഞാൻ ദീർഘമായിലേക്കും പോകുന്നു. ഇവിടെ എൻ്റെ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ അഭിമന്യ പാണക്കാട് തങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ ഒരു കാര്യം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആനുകാലിക രാഷ്ട്രീയ സമൂഹത്തിൽ നടക്കുന്ന രാഷ്ട്രീയമല്ല, മറ്റ് സംഭവങ്ങളെല്ലാം മനസ്സിൽ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എൻ്റെ പിതാവിനുണ്ടായ ഒരു അനുഭവമാണ്. സരസൻ എന്നൊരു ചെറുപ്പക്കാരൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായ, പലർക്കും അറിയില്ല, 80-ൽ തുടങ്ങി 81-ൽ തുടങ്ങി മുന്നോട്ട് വന്നത് വലിയ വാർത്തയായി. അദ്ദേഹം അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഭാഗമായി മന്ത്രിയായിരുന്നെങ്കിലും ഭരണ സംവിധാനങ്ങളിൽ തന്നെ വാർത്ത പുറത്തുവിട്ട ഒരു പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അത് വലിയൊരു പ്രചരണമായി അന്ന് പോയി. സ്വാഭാവികമായി പ്രതിപക്ഷവും ഏറ്റെടുത്ത് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി, എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇന്ദിരാഗാന്ധി പോലും ചവറയിൽ വന്ന് ആ
തിരോധാനത്തെക്കുറിച്ചൊന്ന് പരാമർശിക്കുന്ന സംഭവം വരെ ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കറിയാം, 5.5 വർഷം കഴിഞ്ഞ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നു, എൻ്റെ പിതാവിൻ്റെ നിരപരാധിത്വം തുടങ്ങി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് മുമ്പ് 20,000 വോട്ടിന് വിജയിച്ച അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ 629 വോട്ടിനാണ് വിജയിച്ചത്. ഞാനിത് പറയാൻ കാരണം, വേദിയിൽ പറയാൻ കാരണം, അന്ന് വലിയ പ്രചരണം നടക്കുന്നു. അന്നാണ് ശ്രീ CH മുഹമ്മദ് കോയയ്ക്ക് അദ്ദേഹത്തിന്റെ മുന്നണിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ പര്യടനത്തിന് ഡേറ്റ് കൊടുത്തു. അദ്ദേഹം കൊല്ലം ജില്ലയിൽ വന്ന് പ്രസംഗിച്ചു. ചവറയിലും അദ്ദേഹത്തിന് ഒരു യോഗം വെച്ചു. 100 ആയിരക്കണക്കിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം തേവലക്കരയിൽ അദ്ദേഹത്തിന്റെ യോഗം ചേർക്കാൻ ആളുകൾ കാത്തുനിന്നു. അദ്ദേഹം പക്ഷേ ദേശീയപാതയിൽ കൂടെ പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചവറയിൽ ഇറങ്ങത്തില്ല. അവരെ KMML എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പ് തടഞ്ഞു നിർത്തി. അവിടെ വന്ന് പ്രസംഗിച്ചേ പറ്റൂ എന്ന് നിർബന്ധിച്ചു. അദ്ദേഹം അവിടെ പറഞ്ഞു, പേര് ഇത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചവറയിൽ പ്രസംഗിക്കത്തില്ല എന്ന് പറഞ്ഞു. CHന്റെ ഒരു പ്രസംഗത്തിന് 300 വോട്ട് എന്താണെങ്കിലും സ്വാധീനിക്കാൻ പോയിരുന്നില്ല. അന്നേരം എൻ്റെ പിതാവിൻ്റെ ഈ 5 or 6 പതിറ്റാണ്ടായി പടുത്തുയർത്തിയ ആ രാഷ്ട്രീയം CHയുടെ പ്രസംഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അവസാനിക്കുന്ന ഒരു പരാജയത്തിലേക്ക് എത്തുന്ന സാഹചര്യം. എൻ്റെ അമ്മയുടെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിന്റെ ബോർഡിൽ എഴുതി വെക്കുന്നു, സരസൻ എവിടെ, അന്നമ്മ ടീച്ചറെ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം സത്യം തെളിഞ്ഞു വരും എന്ന് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ നഷ്ടപ്പെടുന്ന ജീവനുകൾ വളരെ വലുതാണ് എന്ന് ഈ സന്ദർഭത്തിൽ യാദൃശ്യമായി ഓർമ്മിച്ചു. ഒത്തിരി ഉദാഹരണമുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വേദിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞാൻ പറയാൻ കാരണം, അഭിമന്യ തങ്ങളുള്ളത് ഞാൻ എൻ്റെ അത് ഓർക്കുന്നു. എനിക്ക് 7 വയസ്സോ 8 വയസ്സോ ഉള്ള സമയത്താണ് ആദ്യമായി പാണക്കാട് കുടുംബത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. എനിക്കത് മറക്കാനൊക്കാത്ത, തിരുവനന്തപുരത്ത് അതൊരു രായ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ പർദ്ദയിട്ട സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അന്ന് അവിടെ ചെന്നപ്പോൾ 100 ആൾക്കാർ ഇങ്ങനെ എൻ്റെ പിതാവിനെ കാണാൻ വേണ്ടി അങ്ങയുടെ പിതാവിൻ്റെ അവിടെ വന്നപ്പോൾ കാത്തിരിക്കുകയാണ്. അന്നാണ് ഇങ്ങനൊരു ഇതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആ രംഗം എൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല. അന്ന് പോലുള്ള ബന്ധവും CH മുസ്ലിം ലീഗും എൻ്റെ പിതാവ് CH വഴി ഉള്ള ബന്ധത്തിന്റെ വ്യാപ്തി എല്ലാവർക്കും ബോധ്യപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് പരാമർശിച്ച് ദീർഘമായി ബന്ധത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വന്ന എല്ലാവരെയും വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.